SJ Sheets and Pipes, Koy Bazaar, Kumbalangi. 9061 302 555 9061 373 555. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും. ST ക്വാളിറ്റി സ്റ്റീൽസ്, ചെങ്ങണ്ട റോഡ്, വാരനാട് PO, ചേർത്തല, ആലപ്പുഴ. പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് പൂയംകുട്ടിയിൽ സംഘടിപ്പിച്ച ജനകീയ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാർച്ചിന് മുന്നോടിയായി പൂയംകുട്ടിയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ന്യായമായ അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നിടത്ത് വെച്ച് നമ്മൾ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ഇവിടെ പ്രിയങ്കരനായ ശ്രീ ഷാജി പയ്യാരിക്കൽ ഉൾപ്പെടെ റോഡ് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് പുന്നേക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുഗ്രഹ പ്രഭാഷണത്തിൽ 1970കളിൽ രാജപാതയിലൂടെ സഞ്ചരിച്ച ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് രാജപാത തുറന്നു കിട്ടുന്നതിനായി ജനങ്ങളോടൊപ്പം ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. MLA-മാരായ ആന്റണി ജോണും അഡ്വക്കേറ്റ് മാത്യു കുയൽനാടനും കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജും ഇതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാജപാതയിലേക്ക് പ്രവേശിച്ച ജനങ്ങളെ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തടഞ്ഞെങ്കിലും അത് മറികടന്നാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെയും ആന്റണി ജോണിന്റെയും പുന്നേക്കാട്ടിൽ പിതാവിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജനം രാജപാതയിൽ പ്രവേശിച്ചത്. 90 വയസ്സെത്തിയ പുന്നേക്കാട്ടിൽ പിതാവ് രാജപാതയിലൂടെ ജനങ്ങൾക്ക് മുന്നേ നടന്നു നീങ്ങിയത് പ്രതിഷേധത്തിനെത്തിയവർക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ സ്വാഗതം പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ, ഫാദർ CB ഇടപ്പുളവൻ, മാങ്കുളം പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ, ഷിബു തെക്കുമുറം എന്നിവരും രാജപാത തുറക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി സംസാരിച്ചു. മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിൽ നേതൃത്വം വഹിക്കുന്നവർ, ജോഷി പൊട്ടക്കൽ, അഡ്വക്കേറ്റ് AC ദേവസ്യ, ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യനിക്കൽ എന്നിവർ ജനകീയ മാർച്ചിന് നേതൃത്വം നൽകി. അധികാരികളുടെ മുൻപിൽ ഉന്നയിച്ചു വരുമ്പോഴും പലപ്പോഴും നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിനുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന സംരക്ഷണം, ഇവിടെ രാജ്യത്തെ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശത്തെയാണ്, പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ബഹുമാനായ MP അടക്കം ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.